കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 23ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. ഇന്ന് നമ്മൾ കർണാട്ടിക് സംഗീതത്തിലെ പ്രസക്തമായ ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് സപ്തതാള അലങ്കാരങ്ങൾ എന്നാണ് പറയുന്നത്. സപ്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 7 താളങ്ങൾ നമുക്കിതിനകത്ത് പഠിക്കണം. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആധാരമായിട്ട് എടുത്തിരിക്കുന്ന ബുക്ക് ശ്രീ സുരേഷ് നാരായണൻ അവർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിനെ ആസ്പദമാക്കിയാണ് നമ്മളിത് പഠിക്കുന്നത്. ആ ബുക്കിലെ 17ാമത്തെ പേജിൽ നമ്മൾ പോകുമ്പോൾ അതിനുള്ളിലൊരു പഞ്ചജാതി ലഘു പട്ടികയുണ്ട്. അതിൽ താളങ്ങളുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സപ്തതാളങ്ങളുടെ 5 പിരിവ് വീതം 5 ജാതികളുള്ള ഒരു പട്ടികയും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങളത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇനി സപ്തതാള അലങ്കാരങ്ങളിലേക്ക് പോകാം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. നമ്മൾ സംഗീതത്തിൽ 7 താളങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബുക്കിലെ 38ാമത്തെ പേജ് എടുക്കുമ്പോൾ അതിനകത്ത് 7 താളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യം ധ്രുവതാളമാണ് പറഞ്ഞേക്കുന്നത്. ഈ ധ്രുവതാളത്തിൽ 1 0 1 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അക്കമല്ല, അത് സത്യത്തിൽ സംഗീതത്തിൽ 1 എന്ന് കാണിച്ചിരിക്കുന്നത് ലഘുവാണ്. 0 എന്നുള്ള അക്ഷരം ഇട്ടിരിക്കുന്നത് ദ്രുതം, വീണ്ടും ലഘു ലഘു. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, സപ്തതാള അലങ്കാരത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളത് പറയുന്നത് എന്തുവാ? 4 2 4 4. അപ്പോൾ 14 അംഗങ്ങളാണ് അതിനുള്ളത്. അതായത് 1 2 3 4 1 2 1 2 3 4 വീണ്ടും 1 2 3 4. ഇതാണ് ധ്രുവതാളം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സംഗീതത്തിലെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അതിനകത്തെ ലഘുവിൻ്റെ എണ്ണം അനുസരിച്ചാണ് ജാതി മാറുന്നത്. അല്ലാതെ മറ്റുള്ള ഏതിൻ്റെ ദ്രുതമോ അനുദ്രുതമോ വന്നാൽ, അനുദ്രുതം എഴുതുന്ന ½ എന്നുള്ള ഒരു അടയാളത്തിലാണ് ഇടുന്നത്. അത് വെച്ചല്ല, ലഘുവിൻ്റെ എണ്ണം അനുസരിച്ചാണ് സംഗീതത്തിലെ ജാതി നിർണ്ണയിക്കുന്നത്. അപ്പം ഇത്ര ഞാൻ ജനറലായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നമുക്ക് ഈ ധ്രുവതാളമാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ധ്രുവതാളത്തിൻ്റെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 1 2 3 4 1 2 1 2 3 4 1 2 3 4. ഇതാണ്. ഇത് നമ്മുടെ തുടയിലാണ് ഇങ്ങനെ താളമിട്ട് നമ്മൾ പഠിക്കുന്നത്. അല്ല ഇങ്ങനെ നമ്മൾ താളമിട്ടുന്നത് തെറ്റാണ്. ഇപ്പോൾ കീബോർഡ് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ധ്രുവതാളം ചതുരസ്ര ജാതിയിൽ വായിക്കുന്നതെന്നുള്ളത് ഇപ്പം അതൊന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്. അപ്പോൾ ഒന്നാമത്തേത് നമുക്കിനിയും ഇതെങ്ങനെയാണ് വായിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ധ്രുവതാളം ചതുരസ്ര ജാതിയിൽ വായിക്കുന്നത് ഓരോ ലൈൻ ടു ലൈൻ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇച്ചിരി സൗകര്യമായിരിക്കും. സാരി ഗ മ ഗ രി സാരി ഗ രി സാരി ഗ മ സാരി ഗ മ ഗ രി സാരി ഗ മ. രണ്ടാമത്തെ ലൈൻ രി ഗ മ പ മ
രി ഗ മ ഗ രി ഗ മ പ രി ഗ മ പ മ ഗ രി ഗ മ ഗ രി ഗ മ പ. മൂന്നാമത്തെ ലൈൻ ഗ മ പ ദ പ മ ഗ മ പ മ ഗ മ പ ദ ഗ മ പ ദ പ മ ഗ മ പ മ ഗ മ പ ദ. നാലാമത്തല്ലേ മ പ ദ നി ദ പ മ പ ദ പ മ പ ദ നി മ പ ദ നി ദ പ മ പ ദ പ മ പ ദ നി. അഞ്ചാമത്തല്ലേ പ ദ നി സ നി ദ പ ദ നി ദ പ ദ നി സ പ ദ നി സ നി ദ പ ദ നി ദ പ ദ നി സ. അപ്പോൾ നമ്മൾ മേൽസ്ഥായി സായിലെത്തി. ഇനി അവിടുന്ന് മധ്യസ്ഥായിലേക്ക് തിരിച്ചു വരും. അടുത്ത ലൈൻ സാ നി ദ പ ദ നി സാ നി ദ നി സാ നി ദ പ സാ നി ദ പ ദ നി സാ നി ദ നി സാ നി ദ പ. അടുത്തത് നി ദ പ മ പ ദ നി ദ പ ദ നി ദ പ മ നി ദ പ മ പ ദ നി ദ പ ദ നി ദ പ മ. അടുത്തല്ലേ ദ പ മ ഗ മ പ ദ പ മ പ ദ പ മ ഗ ദ പ മ ഗ മ പ ദ പ മ പ ദ പ മ ഗ. ഈ രണ്ടാമത്തെ ലൈനിൽ ഗായി വരുമ്പോൾ പിന്നെ നമ്മൾ സാ മുതലുള്ള 5 കീയെ ഉപയോഗിക്കാവൂ. അത് എപ്പോഴും ഓർത്തോണം. അടുത്തത് പ മ ഗ രി. സോറി, ഞാൻ പാടിയില്ലായിരുന്നു. പ മ ഗ രി ഗ മ പ മ ഗ മ പ മ ഗ രി പ മ ഗ രി ഗ മ പ മ ഗ മ പ മ ഗ രി. ലാസ്റ്റ് ലൈൻ മ ഗ രി സ രി ഗ മ ഗ രി ഗ മ ഗ രി സ മ ഗ രി സ രി ഗ മ ഗ രി ഗ മ ഗ രി സ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മളത് വായിക്കുമ്പോൾ സ രി ഗ മ
ഇനീഷ്യലി നമ്മൾ വായിച്ച് പഠിക്കണം. അപ്പോൾ നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ നിങ്ങളെ രേഖപ്പെടുത്തണം. അപ്പോൾ സപ്തതാള അലങ്കാരത്തിലെ അടുത്ത താളം എന്ന് പറയുന്നത് മഠ്യതാളമാണ്. അതുമായി മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വരുന്നിടം വരെ ഞാൻ അജയ്കുമാർജി നിങ്ങളോടെല്ലാം തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.